ഹലോ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വേർബ്സ്. ഇത് ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ക്ലാസ്സിലും കവർ ചെയ്തു. ആസ് പാർട്ട് ഓഫ് റിവിഷൻ ഐ എം ടേക്കിംഗ് ഇറ്റ് വൺസ് മോർ. വേർബ്സ്, ആസ് യു നോ, ദ വേർഡ് ദാറ്റ് ഇൻഡിക്കേറ്റ് ആക്ഷൻ. വേർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. വേർബ്സിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയ. അപ്പോൾ നോർമലി നമ്മൾ വേർബ്സ് അസോഷ്യേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവൃത്തികൾ അസോഷ്യേറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റീസാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിസിക്കൽ ആക്ഷൻസ്. ഫോർ എക്സാമ്പിൾ സിംഗിങ്, റൈറ്റിംഗ്, ഡ്രൈവിംഗ്, ഡാൻസിങ്, ടീച്ചിങ്, സ്റ്റഡിയിങ് എക്സെട്ര. അതുകൂടാണ്ട് ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ആക്ഷൻ ഇൻ ദ മൈൻഡ്. ഫോർ എക്സാമ്പിൾ ഡ്രീമിങ്, സ്വപ്നം കാണുക, തിങ്കിങ്, ലിസ്ണിങ് എക്സെട്ര. ആൻഡ് ദർ ഇസ് എ തേർഡ് കൈൻഡ്, മൂന്നാമതൊരു വിഭാഗം കൂടിയുണ്ട്. ദാറ്റ് എക്സ്പ്രസ്സസ് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അവസ്ഥകൾ കാണിക്കുന്ന വേർബ്സും ഉണ്ട്. അതെന്ന് പറയുന്നത് ബിയുടെ ഡിഫറെൻറ്റ് ഫോംസാണ്. ബിയുടെ പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, ബിയുടെ പാസ്റ്റ് ടെൻസ് ഉണ്ട്, ബിയുടെ സിംഗുലർ ഫോം ഉണ്ട്, ബിയുടെ പ്ലൂറൽ ഫോംസ് ഉണ്ട്. ഇസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ബി, ബീയിങ്, ബീൻ എക്സെട്ര. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രിസ്ക്രിപ്ഷൻ ബേസിസിലുള്ള ഡിവിഷനാണ്. ദർ ആർ ടു കൈൻഡ്സ് ഓഫ് വേർബ്സ്, റെഗുലർ വേർബ്സ് and irregular verbs, and then you have the transitive verbs and intransitive verbs. We'll come to the regular verbs and irregular verbs first. Regular verbs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, as I told you, verbs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി. റെഗുലർ വേർബ്സിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രസൻറ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ പങ്കാളിത്തവും. ആ മൂന്ന് ഫോംസും സെയിം തന്നെ ആയിരിക്കും. സെയിം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് സെയിം അല്ല. അതിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറിജിനൽ വേർഡിൻ്റെ കൂടെ, ആ ബേസ് ഫോം ഓഫ് ദി വേർഡിൻ്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ആക്ട്, ആക്റ്റഡ്, ഇൻവൈറ്റ്, ഇൻവൈറ്റഡ്, ഫ്രൈ, ഫ്രൈഡ് എക്സെട്ര. അപ്പോൾ ആക്ട് എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ ഇ ഡി ചേർക്കുമായിരുന്നു, അങ്ങനെ ആക്റ്റഡായി. ഇൻവൈറ്റിൻ്റെ കൂടെ ഡി ചേർത്ത് ഇൻവൈറ്റഡായി. ദീസ് ആർ റെഗുലർ വേർബ്സ്, സിമ്പിളാണ്. ഇനി എന്താണ് ഇറഗുലർ വേർബ്സ്? ഇറഗുലർ വേർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ബേസ് ഫോമിൽ നിന്ന് ഡിസിമിലർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്ലൂ എന്ന് പറയുന്ന വേർഡിൻ്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബ്ലൂ, അതിൻ്റെ പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്നത് ബ്ലോ. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൻ. അപ്പോൾ ഈ ഇറഗുലർ വേർബ്സിന് വേറൊരു പേരും കൂടെ ഉണ്ട്. ദേ ആർ ഓൾസോ കോൾഡ് സ്ട്രോങ് വേർബ്സ്. ഇനി വേറൊരു തരം ഇറഗുലർ വേർബ്സ് ഉണ്ട്. ചേഞ്ച് എൻറ്റയർലി വരുന്ന വേർബ്സും ഉണ്ട്, എന്നാൽ ഒരു മാറ്റവും വരാത്ത വേർബ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബേസ് ഫോമും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഫോമും പാർട്ടിസിപ്പിൾ ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ഓൾ ദ ത്രീ ആർ ദ സെയിം. For example, hit, 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 hurt, 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 etc. Now, you can see around 50 regular verbs and 120 irregular verbs. കഴിയുന്നതും കുറേ ടോപ്പിക്സ് എങ്കിലും കുറേ വേർഡ്സ് എങ്കിലും കാണാതെ പഠിച്ച് വെച്ചേക്കുക. ഇറ്റ് വിൽ കം ആസ് ക്വസ്റ്റ്യൻ. അടുത്തത് ദ സെക്കൻഡ് കൈൻഡ്സ് ഓഫ് വേർബ്സ്, ദാറ്റ് ഈസ് ദ ട്രാൻസിറ്റീവ് വേർബ്സ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്സ്. എന്താണ് ട്രാൻസിറ്റീവ് വേർബ്സ്? ട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് കണക്ട്സ് ദ സബ്ജക്റ്റ് ആൻഡ് ദി ഓബ്ജക്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. സബ്ജക്റ്റിനെയും ആ സെൻറ്റൻസിലെ ഓബ്ജക്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വേർഡ്സിനെയാണ് ട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സബ്ജക്റ്റ്? ദ പേഴ്സൺ ഹൂ ഈസ് ഡൂയിങ് ദ ആക്ഷൻ, പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് എന്തെന്ന് പറയുന്നത്? സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ എന്തിനെയാണ് അല്ലെങ്കിൽ ആരെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ദ ഓബ്ജക്റ്റ്. And transitive verbs, always remember that transitive verbs have direct objects. Transitive verbന് എപ്പോഴും ഡയറക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കും. ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ഒബ്ജക്റ്റാണ്. നമുക്കിവിടുത്തെ എക്സാമ്പിൾ നോക്കാം. ദ ചൈൽഡ് വാസ് റൈഡിങ് എ ബൈസിക്കിൾ. അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ചൈൽഡ്, ദ ചൈൽഡ്. അവിടുത്തെ വേർബ് എന്ന് പറയുന്നത് റൈഡിങ്. ചൈൽഡ് എന്ത് റൈഡ് ചെയ്യായിരുന്നു? ദ ചൈൽഡ് വാസ് റൈഡിങ് എ ബൈസിക്കിൾ. അവിടെ ഒബ്ജക്റ്റ് ഉണ്ട്. ഹീ വാസ് സിംഗിങ് എ സോങ്. ഹീ എന്ന് പറയുന്ന സബ്ജക്റ്റ്, അയാളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് സിംഗിങ്. എന്ത് പാടുകയായിരുന്നു? ഹി വാസ് സിംഗിങ് എ സോങ്.
ദാറ്റ് ഈസ് ട്രാൻസിറ്റീവ് വേർബ്സ്. അടുത്തത് ഇൻട്രാൻസിറ്റീവ് വേർബ്സ്. വെരി സിമ്പിൾ. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ഡയറക്റ്റ് ഓബ്ജക്റ്റ്. അതായത് ആരെ അല്ലെങ്കിൽ എന്തിന് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഐ ആം റൈറ്റിംഗ്. ആ സെൻറ്റൻസ് എന്താണ്? ഐ ആം റൈറ്റിംഗ്. എന്തെഴുതുന്നു, ആരെ എഴുതുന്നു എന്ന് പറയുന്നില്ല, അതിനുള്ള ഉത്തരമില്ല. ഷീ ഈസ് ടീച്ചിങ്. ആരെ പഠിപ്പിക്കുന്നു, എന്ത് പഠിപ്പിക്കുന്നു, അവിടെ ഉത്തരമില്ല. ദ ബേബി ഈസ് സ്ലീപ്പിംഗ്. എഗെയിൻ അവിടെ ഉത്തരമില്ല. Again, remember that these intransitive verbs, intransitive sentences can be converted into transitive sentences. For example, I am writing a letter എന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻട്രാൻസിറ്റീവ് സെൻറ്റൻസ് എന്തായി മാറുകയാണ്? ട്രാൻസിറ്റീവ് മാറുകയാണ്. കാര്യം എന്താണ്? ഞാൻ എന്ത് എഴുതുകയാണ്? ഞാൻ ലെറ്റർ എഴുതുകയാണ്. ഷീസ് ടീച്ചിങ് ദ സ്റ്റുഡൻസ്. ടീച്ചർ ആരെ പഠിപ്പിക്കുകയാണ്? സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയാണ്. So these are more examples of transitive verbs and intransitive verbs. I bake some cookies. ഞാൻ എന്ത് ബേക്ക് ചെയ്യാണ്? ഞാൻ കുക്കീസ് ബേക്ക് ചെയ്യാണ്. I ride the bicycle. What am I riding? I am riding the bicycle. I am moving what? I am moving the chair. Again, examples of intransitive verbs. I laugh. There is no direct object. I cry. Again, no direct object, and the book falls. Now, these are the few exercises that every single student has to submit to me. ഈ ഹോംവർക്കും ചെയ്യണം നിങ്ങൾ. ഇത് കൂടാണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ലാംഗ്വേജ് ആൻഡ് യൂസ് എന്നുള്ള ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 3 and 4 ഓൾസോ യു നീഡ് ടു സബ്മിറ്റ് to me via Google Classroom. Thank you.